Prayer. Prayer. ഞാനാണ് മിസ്. Oh. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാരാ, പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാരാ, പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. തമസ്സിൽ മതിൽ നീക്കി മനസ്സിൽ വരൂ നീ, തരൂ പൊൻപ്രഭാതം പ്രപഞ്ചം വിളങ്ങാൻ. തമസ്സിൻ മതിൽ നീക്കി മനസ്സിൽ വരൂ നീ, തരൂ പൊൻപ്രഭാതം പ്രപഞ്ചം വിളങ്ങാൻ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാരാ, പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. അനവദ്യമാം വിദ്യ ഇരുൾ നീക്കിയെന്നും അനുഭൂതി പകരുന്ന നിമിഷങ്ങളേകും. ഹൃദയത്തിൽ വിടരുന്ന സ്നേഹാത്മനിത്യം വദനങ്ങളിൽ ശാന്തി കിരണങ്ങളാകും. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാരാ, പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. കരളിന്റെ മുറ്റത്ത് ദിവ്യാക്ഷരങ്ങൾ കളിവില്ല് തീർക്കുന്ന വിജ്ഞാന ഭാവ. കരയുന്ന നിരകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ, കണി കാണുവാൻ നിത്യ സർഗാക്ഷരങ്ങൾ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാരാ, പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാരാ, പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. Thought of the day. 2 words that can change the way we approached our life. Can I or I can. Think and choose the right option and create a difference in your life. Good afternoon to all. നിങ്ങൾക്ക് ടെൻഡൻസീസ് ഓഫ് മാനല്ലേ എടുത്തുകൊണ്ടിരുന്നത്? ടീച്ചർ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. അങ്ങോട്ടാക്കണ്ട. ടെൻഡൻസീസ് ഓഫ് മാനല്ലേ എടുത്തിരുന്നത്? 14 പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു മിസ്. ജസ്റ്റ് നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചൊന്ന് പോവാം. ബുദ്ധിമുട്ടുണ്ടാവും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്. വളരെ കണ്ടന്റ് ചുറ്റിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട്. ഓൾറെഡി 14 സെന്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അല്ലെ? 14 വർക്ക് വരെ നമ്മൾ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? യെസ്. All of the above tendencies functions upon behavior like a single force. Each of the various tendencies will complement absolutely the effect of certain others, and we can identify exact aspects of culture derived primarily from certain tendencies acting in concert. These clusters of tendencies are also appear to compound their effect in a particular sequence, splitting up in 2 phases the process of cultural transformations. നമ്മൾ പറഞ്ഞ 14 സെന്റൻസീസും ഒന്നിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, എല്ലാം കണക്റ്റഡ് ആണ് അല്ലെ? നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ റിലേറ്റഡ് ആണ്.
അതായത് ഒരെണ്ണത്തിനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അടുത്തതാണ്, അടുത്തതിനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അടുത്താണ്. അങ്ങനെയാണ് നമുക്ക് 14 ടെൻഡൻസീസുകൾ വരുന്നത്. ഓക്കെ, യെസ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ? പേജ് നമ്പർ ഒന്ന് പറയാവോ? 147. യെസ്. ഇത്തരം ടെൻഡൻസീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു കൾച്ചർ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ സംസ്കാരത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതായത് 14 ടെൻഡൻസികൾ ഉള്ളത് തന്നെ എന്താണ് നമ്മുടെ ബിഹേവിയറിൽ തന്നെ ഈ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഒരു നല്ലൊരു എന്താ പറയാ, സംസ്കാരത്തിന്റെ കൃത്യമായ വശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല എന്താണ് ചില ടെൻഡൻസീസ് എന്താണ് ഒന്നിനൊന്നും വ്യത്യസ്തമാണ്. ചില ടെൻഡൻസി ഇപ്പൊ 14 ടെൻഡൻസിയിൽ 14 ഒരേപോലെയല്ല അല്ലെ. നമുക്ക് 14 പ്രവണതകളും 14 തരത്തിലാണ്. ക്യൂരിയോസിറ്റി, ഇൻഡിപെൻഡൻസ്, ക്രിയേറ്റിവിറ്റി, പേഷ്യൻസ്, ഇതൊക്കെ എന്താണ് പേഷ്യൻസ് ഉള്ള പെർഫെക്ഷൻ, ഇതൊക്കെ എന്താണ് അത് വ്യത്യസ്തമായിട്ടാണ് ഓരോരുത്തരും അനുഭവപ്പെടുന്നത്. അപ്പൊ എല്ലാ പ്രവണതയും ഒരേ മനുഷ്യനിൽ ഒരേപോലെ ആയിരിക്കില്ല. അപ്പൊ ചിലുവിനുള്ള പോലെ സെൽഫ് കൺട്രോൾ ആയിരിക്കില്ല ശ്രീലക്ഷ്മിക്കുള്ളത് അല്ലെ. അതേപോലെ പെർഫെക്ഷൻ, ചിലുവിനുള്ള പെർഫെക്ഷൻ ശ്രീലക്ഷ്മിക്കുള്ള പെർഫെക്ഷൻ ആയിരിക്കില്ല ചിലുവിന് വരുന്നത്. ഇപ്പൊ രണ്ട് വ്യത്യസ്തമാണ് അല്ലെ. ക്യാമറ ഓൺ ചെയ്യാതിട്ടാണ് വയ്യാത്തോണ്ടാണ് ഓൺ ചെയ്യാത്ത കേട്ടോ. These clusters of tendencies also appear to compound or affect in a particular sequence, splitting up two phases of process of cultural transformations. അപ്പൊ അതായത് ഈ എല്ലാ ടെൻഡൻസിയും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്കാരം, ഒരു കൾച്ചറിന്റെ ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ ബിലീഫ്സ് ആൻഡ് ഐഡിയാസിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവരാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഉണ്ടാവുന്ന ഈ 14 ടെൻഡൻസിയും നമ്മളുടെ എന്താണ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗം എന്നാണ് പറയുന്നത്. ഈ 14 പ്രവണതകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നമ്മൾക്കൊരു ഒരു സംസ്കാരം രൂപപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു പ്രത്യേക ശ്രേണിയിൽ അവയുടെ പ്രഭാവം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സാംസ്കാരിക പരിവർത്തന പ്രക്രിയ 2 ഘട്ടങ്ങളായിട്ട് നമുക്ക് ഇതിനെ വികസിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 14 പ്രവണതകൾ അവനെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട്, അവന്റെ സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കുക കേട്ടോ. ഇതിന്റെ ഒരു സാരാംശം എന്ന രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, യെസ്. നമുക്ക് ഓരോന്നൊന്ന് നോക്കാം. എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. Exploration and order. Montessori regarded exploration as an elemental behavior in early man. Early men had to explore for their primary needs, food and shelter. Children began to explore the environment from the first moment after birth. Even they occur helplessly motions. Infants are exploring in their cries. It is an invisible exploration of hearing, looking, etc. ഇനി എന്താണ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാല് പല ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, മോണ്ടിസോറി തന്റെ പഠനത്തിന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്, മനുഷ്യനെ കുറിച്ചിട്ടുള്ള ആദ്യ പഠനത്തില് മോണ്ടിസോറി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്, മനുഷ്യന് പര്യവേഷണം ചെയ്യാനായിട്ട് നല്ല രീതിയിൽ അറിയാം. അതായത് പര്യവേഷണം ചെയ്യാനായിട്ട് എന്തോ കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്താ ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പൊ ഫുഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യകാല മനുഷ്യര് നമുക്കറിയാമല്ലേ, ഫുഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണ് അവര് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവര് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആരംഭിച്ചത് അല്ലെ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ഓരോ ആവശ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത്. ഇപ്പൊ ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ പൈസ എന്തായാലും നമ്മുടെ ആവശ്യമാണ് അല്ലെ. അതിന് നമ്മൾ ചെയ്യും, അതിനുവേണ്ട വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് എന്താണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്.
അതേപോലെ തന്നെ എന്താണ്, അതായത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മോണ്ടിസോറി ഇവിടെ പറയുന്നത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. അതായത് അവന്റെ ഭക്ഷണത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ എന്താണ് ആദിമകാല മനുഷ്യര് എന്താണ് എക്സ്പ്ലോർ ചെയ്തിരുന്നത്, കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അതായത് അവരുടെ ആവശ്യം നിറവേറ്റുക, അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ആവശ്യം നിറവേറ്റണമെങ്കിൽ എന്താണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. പര്യവേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? എപ്പോ തുടങ്ങിയാണ് കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യുന്നത്? Children begin to explore the environment from first moment after birth. എന്താ പറയുന്നത്? Children begin to explore the environment from first moment after birth. എന്താ പറയുന്നത്? കുട്ടികൾ എപ്പോഴാണ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്? ഏത് സമയം മുതലാണ്? ജനനത്തോടെ. ജനനത്തിന് ശേഷമുള്ള ആദ്യ നിമിഷം മുതൽ കുട്ടികൾ എന്താണ് പരിസ്ഥിതിയുമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. കേട്ടോ. Children begin to explore the environment from the first moment after birth. അതായത് കുട്ടികൾ ജനനത്തിന് ശേഷമുള്ള ആദ്യ നിമിഷം മുതൽ എന്താണ് പരിസ്ഥിതിയെ പര്യവേക്ഷണം, അതായത് എൻവയോൺമെന്റിൽ അവരുടെ ചുറ്റുപാടുള്ള എന്തെല്ലാം കാര്യമുണ്ട് അതൊക്കെ എന്താണ് കുട്ടികളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. Then even if occur helplessly notions, even infants are exploring in their mind. It's an invisible exploration of hearing, looking, etc. ഇനി എൻവയോൺമെന്റിന് ചുറ്റും എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും അത് മാത്രം എന്താണ് ചലനരഹിതമായിട്ട്, അതിപ്പോ കുട്ടികളുടെ തൊട്ടിലിൽ കിടക്കുകയാണെങ്കിൽ പോലും എന്താണ് കുട്ടികളെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മള് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ചാപ്റ്ററിലെ പഠിച്ചു ഓർക്കണം. വൈറ്റ് സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് പഠിച്ചു ഓർക്കുന്നുണ്ടോ? മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് പറയുന്നത് പോലെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? തൊട്ടിലിൽ കിടന്ന് പറയുന്നത് മറന്നുപോയോ? മറന്നായിട്ട് 1 വയസ്സുള്ള കുട്ടി, 6 മാസമുള്ള കുട്ടിയൊക്കെ എന്താണ് അവർ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടേതായ ഭാഷയിൽ പറയുന്ന ഒരു ഭാഗം പഠിച്ചു നോക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് ഒരു കുട്ടി തൊട്ടിലിൽ കിടന്ന് പോലും എന്താണ് അവരുടെ ലോകം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പരസ്പരം പലതും കണ്ടെത്താനായിട്ട് കുട്ടികൾ ശ്രമിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മോണ്ടിസോറി സൂചിപ്പിക്കുന്നത് ആദ്യകാല മനുഷ്യര് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, അതായത് ഭക്ഷണം, പാർപ്പിടം എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പര്യവേക്ഷണം ചെയ്യാനായിട്ട് ഇറങ്ങിയത്. ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? കുട്ടികളുടെ ജനനം മുതൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ തനിക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നുണ്ട്, പര്യവേഷണം നടത്തുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ ചുറ്റും നോക്കിയിട്ടാണ് അല്ലെ. ഇപ്പൊ കണ്ടുകൊണ്ട് കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. തൊട്ടിലിൽ കിടന്നുകൊണ്ട് എന്താണ് കേൾക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ കുഞ്ഞ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അല്ലെ, അല്ലാത്ത പക്ഷം കുട്ടികൾ എന്താണ് തന്റെ ക്ലാസ് മുറി മാത്രമല്ലാതെ വീടിന് പുറത്തുള്ള ലോകത്തേക്ക് പോകുന്ന സമയത്ത് എന്താണ് അവരുടെ ചുറ്റും കാണുന്ന കാഴ്ചകൾ കുട്ടികളെ അതെന്താണെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. Okay, that is exploration. Okay. നെക്സ്റ്റ് വരുന്നത് അവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്.
Child goals of exploration is twofold. കുട്ടികള് ലോകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതിന് രണ്ട് ഗോൾസ് പറയുന്നത്. രണ്ട് രീതിയിലാണ് അവർ എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. ഒന്നെന്താണ്? To finish his own body through the improvement of the brain. അതേപോലെ തന്നെ എന്താണ്? To get accustomed to the group in which he is born. അതായത് കുട്ടികൾ പര്യവേഷണം ചെയ്യുന്ന മെയിൻ ഗോൾ എന്ന് പറയുന്നത്, മെയിൻ ലക്ഷ്യം എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ഒന്ന് തലച്ചോറിന്റെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്സ് അനുസരിച്ചിട്ടായിരിക്കും കുട്ടി എക്സ്പ്ലോറേഷൻ നടക്കുന്നത്. അതായത് അവൻ എന്താണ് ഇന്റലക്ച്വലി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കൂ. ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ കുട്ടിക്ക് പര്യവേഷിക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, മനസ്സിലായോ? ടു ഫിനിഷ് ഹിസ് ഓൺ ബോഡി ത്രൂ ദി ഇംപ്രൂവ്മെന്റ് ഓഫ് ബോഡി. അതായത് തലച്ചോറിന്റെ പുരോഗതിയിലൂടെ സ്വന്തം ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ബ്രെയിനിന്റെ മൂവ്മെന്റ്സ് കറക്റ്റ് ആയിരിക്കും. സെക്കൻഡ് വൺ എന്താണ്? ഗെറ്റ് അക്യുസ്റ്റംഡ് ടു ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ഹി ഈസ് ബോൺ. അതായത് അവർ കുട്ടി ജനിച്ചു വളർന്ന ഗ്രൂപ്പുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയണം. അതായത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? ആ കുട്ടി ആ കാര്യങ്ങൾ കൂടെ ഒബ്സർവ് ചെയ്ത് മാത്രമാണ് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്, അല്ലെ? ആ ചുറ്റുപാടുമായിട്ട് ഇഴകി ചേരുമ്പോൾ മാത്രമേ അവൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, യെസ്. ചൈൽഡ് ഗോൾസ് ഓഫ് എക്സ്പ്ലോറേഷൻ ഈസ് twofold എന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തതായി മാർക്ക് ചെയ്തതാട്ടോ. കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? എന്ത് പറ്റി? പനിയാണോ? ശബ്ദം ഉണ്ടായിരുന്നില്ല. കാണിച്ചില്ലേ? ഡോക്ടറെ കാണിച്ചില്ലേ? പോയിട്ടുള്ള വൈകിട്ട് പോകണം. 4 ദിവസം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, രാവിലെ പറ്റില്ല. നിങ്ങളോട് അപർണാസ് ഇനി ഏതെങ്കിലും എടുക്കാനുണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. എടുക്കാനുണ്ടോ പോർഷൻസ്? എടുക്കാനുണ്ടോ? അപർണാസിന് ഏതെങ്കിലും പോർഷൻ എടുക്കാനുണ്ടോ? എവല്യൂഷനോ? ഏതാ നോക്കട്ടെ ഒന്ന്. പറഞ്ഞാൽ മതി കേട്ടോ. As a first humans explored further from their point of origin, they had to have some means of returning to move about, must have a tendency to put ourselves in relation to our environment. Your tendency to explore puts him in contact with his environment. Its essential seeks exotic stimuli and is searching for a new and unknown perspectives. Okay. ടീച്ചറിനെ കാണാൻ പറ്റില്ലല്ലോ. ക്യാമറ ഓൺ ചെയ്തിട്ടില്ല സഫിയ. ഫസ്റ്റ് എയർലി ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്ഭവ സ്ഥാനത്ത് വെച്ചിട്ടാണ് അവര് എക്സ്പ്ലോറേഷൻ നടത്തിയത്. നമുക്കറിയാം, നമ്മൾ ആദ്യമ മനുഷ്യനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു ചുറ്റുപാടിൽ നിന്നുമാണ് അവരെന്താ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആരംഭിച്ചത്. ഓക്കെ,
അതായത് നമുക്ക് എന്തുണ്ട്, we must have to the tendency to put ourselves in relation to our environment. നമുക്കൊരു സ്വാഭാവികമായ ഒരു പ്രവണതയുണ്ട്, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്താണത്? നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് നമുക്ക് ഇഴകി ചേരാനായിട്ട് സാധിക്കും, അല്ലെ? അത് മനുഷ്യന്റെ ഒരു കപ്പാസിറ്റിയാണ്. അതായത് നമ്മളും എൻവയോൺമെന്റും തമ്മിൽ എന്താണ് ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു റിലേഷനിലൂടെയാണ് നമ്മൾ പലതും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അതായത് നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ജീവിക്കണമെങ്കിൽ എൻവയോൺമെന്റ് വേണം, അല്ലെ? നമ്മൾ ആ ഒരു എൻവയോൺമെന്റിനകത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളാണ്, അല്ലെ, മനുഷ്യരെന്ന് പറയുന്നത്. അപ്പൊ നമ്മളും പ്രകൃതിയും തമ്മിൽ എന്താണ് ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി ഉൾക്കൊള്ളാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? നമ്മൾ പരിശോധിക്കുന്നുണ്ട്. യെസ്, but tendency to explore put his in contact with his environment. വിമന്റെ ഒരു മനുഷ്യന്റെ ഒരു ടെൻഡൻസി ആണത്. പ്രധാനമായിട്ട് എന്താ? പരിസ്ഥിതിയുമായിട്ട് സമ്പർക്കത്തിലാവാൻ, റിലേഷൻ ആയിട്ട്. അത് നമുക്ക് എന്താണ് സ്വമേധയാ കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? നമ്മള് പരിസ്ഥിതിയിലാണ് ജനിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളും പരിസ്ഥിതി തമ്മിൽ ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, യെസ്, അതും ഒരു ഹ്യൂമൻ ടെൻഡൻസി ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. That it is essential seeking exotic stimuli and searching for new unknown perspectives. അപ്പൊ നമ്മള് എൻവയോൺമെന്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ നിങ്ങളിപ്പോ അബ്രോഡ് പോയ ആൾക്കാരില്ലേ, ഇപ്പൊ പുറത്ത് പോയ ആൾക്കാര്, അബ്രോഡ് മീൻസ് ദുബായ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയവര്, നിങ്ങള് ചെല്ലുന്ന പാടുകൾ നിങ്ങൾക്ക് ആ എൻവയോൺമെന്റ് ആയിട്ട് സെറ്റ് ആവാൻ പറ്റിയോ? ഇല്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? നിങ്ങൾ മറ്റൊരു ചുറ്റുപാടിൽ നിന്നാണ് പോയത്, അല്ലെ? മറ്റൊരു ചുറ്റുപാടിൽ നിന്നുള്ളിൽ നിന്നാണ് നിങ്ങൾ മറ്റൊരു സിസ്റ്റത്തിലേക്ക് പോയത്. അവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ എൻവയോൺമെന്റുമായിട്ട് ഇഴകി ചേർന്നിട്ടില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? നിങ്ങൾ പുറത്തു പോകുന്നു, തിരിച്ചു വരുന്നു, അവിടെ നിങ്ങൾ പ്രകൃതിയുമായിട്ട് റിലേഷൻ വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കുന്നു. ഇപ്പൊ പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റും, നിങ്ങൾ ആദ്യം പോയ സമയത്ത് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ആ ഒരു സമയത്ത് ചിലവർ പെട്ടെന്ന് ചിലവരുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യാവുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അവർക്ക് എന്താണ്, അവർക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാത്തവർക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുകളായിട്ട്, അതായത് ആ ഒരു എൻവയോൺമെന്റുമായിട്ട് ചുറ്റിപ്പെടാനായിട്ട് അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം വെച്ചാൽ എന്താണ്, ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭൂമിയായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആയിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മള് മറ്റ് ഉത്തേജനങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാലായിട്ട് അവിടെ നമ്മൾ കുറിച്ചതായിട്ട് കുറച്ച് സമയം എടുക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ എക്സോട്ടിക് സ്റ്റിമുലി ആൻഡ് സെർച്ചിങ് ഫോർ അൺനോൺ പെർസ്പെക്ടീവ്സ് എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മീനിങ് അങ്ങനെയാണ്. That is exploration. അവിടെ പറയാണ് എക്സ്പ്ലോറേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. നിങ്ങളിതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. എക്സ്പ്ലോറേഷന്റെ പ്രൂഫ് ഫോൾഡ് ഗോൾ എന്താണെന്നുള്ളത് ഈ 2 പോയിന്റ്സ് മാത്രം ഇതിൽ പഠിച്ചാൽ മതി. ഓക്കെ, കേട്ടോ? കമ്മ്യൂണിക്കേഷൻ എടുക്കത്തില്ലേ? കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. ആണോ? അങ്ങനെയാണോ? കമ്മ്യൂണിക്കേഷൻ അപർണ മിസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോ ഇപ്പൊ കേട്ടല്ലോ. ഈ 2 പോയിന്റ്സ് പഠിച്ചു വെക്കാത്ത, ബാക്കി ഒന്നും വായിച്ചു കയറുന്ന സമയം കളയണ്ട. ഈ 2 പോയിന്റ് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓർഡർ ആണ്. എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് ഇനി വരുന്നത് ഓർഡർ ആണ്. എന്താണ് ഓർഡർ എന്ന് നമ്മൾ പറഞ്ഞത്? ഓർഡർ മീൻസ് ക്രമം, അല്ലെ? മനുഷ്യന്റെ ഓർഡർ ഉണ്ടോ? മനുഷ്യന്റെ ഒരു പ്രവണതയാണോ ഓർഡർ എന്ന് പറയുന്നത്? അതെ. എന്തിനാണ് ഓർഡർ ഉള്ളത്?
Order helps human beings to orient as to the world. Aspects of culture most evidently associated with these tendencies natural history. Practitioners of natural history explore the world around the moment the child receives an impression. He needs to make a mental order of this environment. This personal classification of impression is limited if it coincide with the relationship that culture aspects. Okay, order which ക്രമം അല്ലേ? ഈ ഓർഡർ കൊണ്ട് നമ്മൾ മനുഷ്യർ ഹ്യൂമൻ ബീങ്സിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ജീവിതത്തിന്റെ അടുക്കും ചിട്ടയുണ്ടാവും ഓർഡർ ഉണ്ടെങ്കിൽ. ജീവിതത്തിനൊരു അടുക്കും ചിട്ടയല്ല, അതൊരു ക്രമം. അതായത് ഒരു ഓർഡർ സൃഷ്ടിക്കാന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്ലാൻഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ട്, ലൈഫ് പ്ലാൻ ആയിട്ടുള്ള നമ്മൾ എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ഇതിന്റെ കാര്യം ഈ ഒരു സമയത്ത്. അപ്പൊ ഇതിനൊരു ഓർഡർ വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ലൈഫിൽ വളരെ തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരാൻ സാധിക്കും. ചിലപ്പം ഓർഡറിനെ പറ്റി പറയുമ്പോൾ നമ്മളിവിടെ ഏറ്റവും അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററിനെ പറ്റിയിട്ടാണ്. അതായത് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അതായത് ഓർഡർ ഹിസ്റ്ററി ചരിത്ര കാലഘട്ടത്തിലെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എന്താണ്, അതായത് ചരിത്രകാലം മുതൽ ഈ ഒരു കാലം വരെ വന്ന നമ്മുടെ സംസ്കാരം ഒരു ഓർഡറിലായി അല്ലെ, കറക്റ്റ് ഒരു ക്രമത്തിനനുസരിച്ചിട്ടാണ് മനുഷ്യര്, അതായത് ആദ്യകാല മനുഷ്യരുണ്ടായി, അതിനുശേഷം അവര് പല കണ്ടെത്തലുകൾ കണ്ടെത്തി, അതിനുശേഷം എന്താണ് പലതരത്തിലുള്ള എക്സ്പ്ലോറേഷനിലൂടെ അവരൊരു ക്രമത്തിലാണ് ഇവിടെ വരുന്നത്. അവിടെ ഇപ്പൊ 2025 വരെ വേണ്ടി നോക്കിയാൽ എന്താണ്, ആദിമ മനുഷ്യൻ മുതൽ ഈ ഒരു കാലം കൊണ്ട് മനുഷ്യർക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അല്ലെ. ആദ്യകാലം മുതൽ എന്ത് ചെയ്യണം അതൊന്നും അറിയില്ല. പിന്നീട് എന്താണ്, ഭക്ഷണം കണ്ടെത്തണം, പാർപ്പിടം ഉണ്ടാക്കണം, ആയുധങ്ങൾ വേണം, ഇങ്ങനെ കണ്ടെത്തി എന്താണ് ഇന്ന് വരെ ഇപ്പൊ ടെക്നോളജിക്കൽ ആയിട്ടുള്ള എത്തി അവിടെ വരെ എന്താണ് മനുഷ്യരിങ്ങനെ പല കണ്ടെത്തലുകളിലൂടെ ഒരു എക്സ്പ്ലോറേഷനിലെ കൂടെ തന്നെ എന്തുണ്ട്, ഒരു ക്രമം നടക്കുന്നുണ്ട്, ഒരു ഓർഡറിലൂടെയാണ് മനുഷ്യര് ഇവിടെ ചേർക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കണക്കാം. അതെന്താണ് സൂചിപ്പിക്കുന്നത്. Then practitioners of natural history explore the world around. അപ്പൊ എന്താണ് പ്രകൃതിചരിത്രത്തിന്റെ പരിശീലകർ, അതായത് പ്രാക്ടീഷണേഴ്സ് എന്താണ്, ചുറ്റുമുള്ള ലോകത്തെ അവർ പര്യവേഷണം ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അതായത് പ്രകൃതിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. Then the moment the child receives an impression, he needs to make a mental order of his environment. ഒരു കുട്ടിക്ക് ഒരു ഇംപ്രഷൻ കിട്ടുന്ന സമയം, അതായത് ഇംപ്രഷൻ കിട്ടാന്ന് പറയുന്നത് എപ്പോഴാണ്, കുട്ടികള് ഇംപ്രഷൻ കൊടുക്കുന്ന എപ്പോഴാണ്, ഒരു കുട്ടി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു കാര്യമായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോ പുസ്തകങ്ങൾ അടക്കി വെക്കുകയാണ് അവൻ അല്ലെ. അതുവരെ ചെയ്യാത്ത ഒരാള് പുസ്തകങ്ങൾ അടക്കി വെക്കുകയാണ്. ക്ലാസ് റൂമിൽ കയറി ചെല്ലുന്ന സമയത്ത് പുസ്തകങ്ങൾ അലോസപ്പെട്ട് കിടക്കുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യുന്നു, പുസ്തകങ്ങൾ അടക്കി എടുത്ത് വെച്ച സമയത്ത് ഇത് പാരന്റ്സ് കണ്ട അല്ലെങ്കിൽ അമ്മ കണ്ടെന്ന് വിചാരിക്കാം. അമ്മ എന്ത് പറയും കുട്ടിയോട്, എന്തായിരിക്കും പറയുന്നത്, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല കാര്യം ചെയ്തത്, നല്ല കാര്യമാണ് അല്ലെ, നല്ലൊരു ഹാബിറ്റ് ആണ് ചെയ്തതെന്ന് പറയും. അപ്പൊ അവിടെ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, അത് ഇൻട്രസ്റ്റ് ആയി അല്ലെ. ഇൻട്രസ്റ്റ് ആയപ്പോ അവന് മനസ്സിലായി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇത് നല്ല കാര്യമാണ്, അമ്മ ഇൻട്രസ്റ്റ് ആയിരിക്കും, അമ്മയ്ക്ക് ഇതൊരു ഓർഡർ ആക്കി മാറ്റാനായിട്ട് കുട്ടികൾ തീരുമാനിക്കണം അല്ലെ. കുട്ടികൾക്കത് മനസ്സിലാവും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നതാണ് എന്ത് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇംപ്രഷൻ കൊടുത്താൽ മാത്രമേ കുട്ടി നമ്മളൊരു എൻകറേജ്മെന്റ് കൊടുക്കണം കുട്ടികൾക്ക്, എങ്കിൽ മാത്രമേ കുട്ടികൾ എന്ത് ഡെവലപ്പ് ആവുള്ളൂ, ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ക്രമം ഡെവലപ്പ് ആവുള്ളൂ. ഓക്കെ, then this personal classification of impression is limited. It does it concept the relationship that culture aspects. എന്താ പറയുന്നത്, അപ്പൊ നമ്മളിങ്ങനെ ഇംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്താണ് ഇത്തരത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ അവരൊരു സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്ത് വരുന്നു, കുട്ടി
limited if it does fit coincide with the relationship that culture aspects. അതായത് അവനത് മനസ്സിലാക്കിയത് ആ ഒരു ഓർഡർ ചെയ്യാന്ന് പറയുന്നത് അവന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് കുട്ടികളെ സ്വമേധ തിരിച്ചറിയണം. അതായത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ മാക്സിമം എൻകറേജ് ചെയ്യുന്ന സമയത്ത് കുട്ടി എന്താ മനസ്സിലാക്കുന്നത്, അത് ഇനിയും ചെയ്യണം, അല്ലെങ്കിൽ അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കുട്ടിക്ക് മനസ്സിലാവും. ഓക്കെ, അത് അവന്റെ കൾച്ചറിനെയാണ് രൂപപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഓർഡർ എന്ന ഒരു ടെൻഡൻസി മനുഷ്യർക്ക് എന്തുമാത്രം നൽകുന്നുണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതൊരു കൾച്ചറൽ ബിഹേവിയറിന്റെ ഭാഗമാണ് അല്ലെ. നമുക്കൊരു ക്രമമുള്ള ജീവിതം ഉണ്ടാവുന്ന പറയുന്നത് എന്താണ്, അതൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെ. അല്ലാതെ ക്രമമില്ലാത്തൊരു ജീവിതത്തെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കും, അനവസരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അല്ലെ. ക്രമം തെറ്റിയിട്ടുള്ള ജീവിതത്തിന് അടിസ്ഥാനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഓർഡർ എന്നും ഒരു നല്ലൊരു കപ്പാസിറ്റി ആണ്, ടെൻഡൻസി നല്ല പ്രവണതയാണെന്നാണ് ഇവിടെ മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, കുട്ടികൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതിന് നമ്മൾ എന്ത് കൊടുക്കുക, നല്ല രീതിയിലുള്ള ഇംപ്രഷൻ, നല്ലൊരു എൻകറേജ്മെന്റ് കുട്ടികൾക്ക് കൊടുക്കണം. അത് അവരുടെ സ്വഭാവത്തെ മാത്രമല്ല കൾച്ചറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലും കുട്ടികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ എന്താണ് ഓർഡർ എന്ന്? യെസ് മാം. To help children understand the stimuli he receives in the environment, Montessori devised sensorial materials. Sensorial assistance the child in establishing a comparative relationship with size, weight, length, volume, etc. Enhancement of the children, natural tendencies and direction in the Montessori environment enables them to feel great confidence there. And to help children understand the stimuli. എന്ന് പറയുന്നത് to help children understand the stimuli they receive in the environment. അതായത് കുട്ടികൾക്ക് പരിസ്ഥിതിയിൽ കിട്ടുന്ന ഉത്തേജനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റിമുലേസ് കൊണ്ട്, അതായത് അവർക്ക് പരിസ്ഥിതിയിൽ നിന്ന് ഉത്തേജനങ്ങൾ ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഉത്തേജനങ്ങൾ ലഭിക്കുന്നത്? സെൻസോറിയൽ മെറ്റീരിയൽസ് വഴി അല്ലെ. സെൻസോറിയൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ സെൻസോറിയൽ മെറ്റീരിയൽസ്? കണ്ടും കേട്ടും കണ്ടും കേട്ടും പഠിച്ചൊക്കെയാണ് കുട്ടികളെ ഓരോ കാര്യങ്ങള് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അവർക്ക് ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് കുട്ടികൾ ഒരു ഉത്തേജനം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയങ്ങളുടെ ഉപയോഗം മൂലം. എന്തൊക്കെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്? അതൊക്കെയാണോ? സ്കിൻ, ഇങ്ങനെയാണ് ഐസ്, നോസ്, ഇയർ, സ്കിൻ. യെസ്. അതുകൊണ്ട് നമ്മൾ ഒരു പരിധി വരെ എന്താണ് എൻവയോൺമെന്റിലേക്ക് നമ്മൾ പരിചയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് സെൻസോറിയൽ മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുന്നത്. എന്താണ് സെൻസോറിയൽ മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് പല സംഭവങ്ങളും തമ്മിലുള്ള കമ്പാരറ്റീവ് റിലേഷൻഷിപ്പ് കുട്ടികൾക്ക് അറിയാൻ സാധിക്കും. കമ്പാരറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പാരറ്റീവ് താരതമ്യങ്ങൾ അല്ലെ. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിൽ താരതമ്യം ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ ഒരു വലിയ പൂവ് കണ്ടു, ചെറിയ പൂവ് കണ്ടു, കുട്ടി എന്ത് മനസ്സിലാക്കുന്നു? ഒരു വലിയ ഫ്ലവർ, ചെറിയ ഫ്ലവർ, വലിപ്പം മനസ്സിലാക്കിയത് അല്ലെ. ഓക്കെ, അത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള താരതമ്യം മനസ്സിലാക്കുന്നതിന് സെൻസോറിയൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സൈസ് അല്ലെ, വസ്തുക്കളുടെ സൈസ്, വലുപ്പം, അല്ലെങ്കിൽ വെയിറ്റ്, ഭാരം, ലെങ്ത്, നീളം, വോളിയം, വ്യാപ്തി. ഇവ തമ്മിലുള്ള ഇവ തമ്മിലെ വ്യത്യാസങ്ങളുണ്ട്. വലിയ പൂക്കളുണ്ട്, വലിയ മരങ്ങളുണ്ട്, വലിയ ചെടികളുണ്ട് എന്നൊക്കെ കുട്ടിക്ക് കമ്പാരിറ്റീവ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then enhancement of children's natural tendencies and direction in the Montessori environment enables them to feel great confidence there. ഇനി
ഒരു മോണ്ടിസോറി പരിസ്ഥിതി കുട്ടികളുടെ സ്വാഭാവിക പ്രവണതകൾ, അതായത് ഈ ടെൻഡൻസീസുകളെല്ലാം തന്നെ എന്താണ്, കുട്ടികൾക്ക് കൃത്യമായിട്ട് ഡയറക്ഷൻസ് കൊടുക്കും. ഡയറക്ഷൻസ് മീൻസ് എന്താണ്, ദിശാബോധം അല്ലെ. കുട്ടികളുടെ ഈ പ്രവണതകളും ദിശാബോധം വർദ്ധിപ്പിക്കുന്നതിന് അവർക്ക് വലിയ ആത്മവിശ്വാസം അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് കുട്ടികള് പ്രകൃതിയോട് ഇഴകി ചേരുന്ന സമയത്ത് പലതരത്തിലുള്ള സൈസ്, ലെങ്ത്, വോളിയം, വെയിറ്റ് ഒക്കെ കമ്പാരിറ്റീവ് ആയിട്ട് കുട്ടികൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം അതിനോടൊപ്പം തന്നെ എന്താണ്, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല ഡയറക്ഷൻസ്, എങ്ങനെ ചിന്തിക്കണം, ഏതിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ്, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യണം, ഇതിനൊരു ആത്മവിശ്വാസം അനുഭവിക്കാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കിയാണ് എന്ത് മോണ്ടിസോറിയുടെ എൻവയോൺമെന്റ്. ഓക്കെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ഓർഡർ എന്ന് മീൻസ് ഇപ്പൊ വലിപ്പം മനസ്സിലാക്കുന്നതും ഒരു ഓർഡറാണ്. വലിയൊരു ചെടി കണ്ടു, ചെറിയൊരു ചെടി കണ്ടു എന്നുള്ളത് എന്താണ്, അതൊരു ഓർഡറാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നത് മോണ്ടിസോറി പറയുന്നത് അതൊരു ഓർഡറാണ്. ഇനി താഴെ കിടക്കുന്ന ചെറിയ ചെറിയ അല്ലെങ്കിൽ ഫ്ലവർ പെറ്റൽസ് എന്ന് വെച്ചാൽ എന്താണ്, പൂവിന്റെ ഇതളുകളില്ലേ, ഫ്ലവർ പെറ്റൽസ് കണ്ടിട്ടില്ല നിങ്ങള്, പൂവിതളുകൾ, പൂക്കളുടെ ഇതളുകള്, അത് പല സൈസിലുണ്ടാവും അല്ലെ, പല സൈസിലുണ്ട്. ഇപ്പൊ താമരേനെയൊക്കെ സംബന്ധിച്ച് ലോട്ടസ് എടുക്കുകയാണെങ്കിൽ എന്താണ്, ലോട്ടസിന്റെ കുറെ പെറ്റൽസിൽ താഴെ വീണ് കിടക്കാന്ന് വിചാരിക്കും. അതിന് പല ഷേപ്സ് ഉണ്ടാവും അല്ലെ. പല ഷേപ്സ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ദളം ഉണ്ടാവും, വലിയ ദളം ഉണ്ടാവും. താമര കണ്ടിട്ടില്ലേ നിങ്ങള്, താമര അത് പല ഷേപ്സിലാണ് എടുക്കുന്നത്. പക്ഷെ കുട്ടിക്ക് അത് എടുക്കുന്ന സമയത്ത് അറിയാം അതിലേതാണ് ചെറുത്, അതിലേതാണ് വലുത് എന്ന് കുട്ടി ഐഡന്റിഫൈ ചെയ്യാണ്. ഓക്കെ, യെസ്, അത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതും എന്താണ്, അതും ഒരു ഓർഡർ ആണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കുട്ടിക്ക് ക്രമമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ വലുതിന്റെ ക്രമം, ഇപ്പൊ വലുത് പല ഷേപ്സിൽ കിടപ്പുണ്ടാവും അല്ലെ, വലുതിൽ തന്നെ പല ഇതളുകൾ കിടപ്പുണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, ചെറിയ ഇതളുകൾ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്, കുട്ടികൾ കൃത്യമായിട്ട് എന്താണ് റെക്കഗ്നൈസ് ചെയ്ത് തിരഞ്ഞെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. അത് മോണ്ടിസോറി പറയുന്ന ഒരു ഓർഡർ എന്നതിന്റെ മനുഷ്യന്റെ ഒരു കപ്പാസിറ്റി ആണ്, ഒരു പ്രവണതയാണെന്ന് അങ്ങനെ തരംതിരിക്കാനും അത് കണ്ടെത്താനും അല്ലെങ്കിൽ അതേപോലെ കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നത് ഓർഡറിന്റെ ഭാഗമായിട്ടാണെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത് ഓർഡർ എന്താണെന്ന്? മനസ്സിലായി മാം. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടുത്തത് ഇപ്പൊ എക്സ്പ്ലോറേഷൻ പറഞ്ഞു, ഓർഡർ കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഗ്രിഗേറിയസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. Gregarious and communication, the aspects of culture which is supported by the togetherness and communication is language consisting of speech, messages, record and literature. Our tendency to be gregarious leads to us to share with others our experience of the environment, and this is turned in acting in concern with our tendency to communicate. That helps to bind people through shared experience. Shared disclosure through exploration binds people spiritually and emotionally, and thus leads to the formation of language. എന്താണ് ഗ്രിഗേറിയസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധാരാളിത്തം അല്ലെ, ധാരാളിത്തമാണ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഗ്രിഗേറിയൻസ് കാണിക്കുന്നത്? ഒരു കൂട്ടത്തിന്റെ ഇടയിലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴായിരിക്കും വാട്ടർ കാണിക്കുന്നത്? അല്ല അല്ലെ, അതായത് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത്, അതായത് അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർനെസ് ഒരുമിച്ച് വരുന്ന ഒരു ടെൻഡൻസിയാണ്. ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷൻസിൽ ഇങ്ങനെ ചുരുക്കി പറയുന്നുള്ളൂ കേട്ടോ. ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ പോയി,
ഇപ്പൊ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ നമ്മളൊരു ഗ്രിഗേറിയസ് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുടെ ഇടയിൽ നമ്മൾ എന്താണ് ഒരു പ്രവണത കാണിക്കുകയാണ്. ഞാനെന്ന ഭാവം അതായത് ഈഗോസിംപിസം പോലത്തെ ഒരു ഭാവം അവിടെ കാണിക്കുകയാണ് അല്ലെ. നമ്മുടെ ഡ്രസ്സ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു നല്ല വാച്ചായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതിനൊപ്പം തന്നെ ഈ ഗ്രിഗേറിയസിനെ നമ്മൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മളുടെ ലാംഗ്വേജിനെ കൊണ്ട് സാധിക്കും. അതായത് നമുക്കിത് പറയാൻ പറ്റും അല്ലെ. പറയാൻ പറ്റുന്ന എങ്ങനെയാണ്? ഈ പൊങ്ങച്ചൻ പറയില്ലേ നമ്മള് എങ്ങനെയത് ആശയവിനിമയം നടത്തിക്കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്റെ കയ്യിൽ ഇതുണ്ട് അതുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. അല്ലാതെ ഒറ്റയ്ക്ക് ഇന്ന് എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് നമ്മൾ പറയുമോ? പറയില്ല, പറയാൻ പറ്റില്ല. എന്താ അങ്ങനെ പറയുന്നല്ലോ, ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമില്ല. സമയത്ത് ആ ഒരു പ്രവണത, അതായത് എനിക്ക് അതുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് ആശയവിനിമയം എന്താണ് നമ്മുടെ ഗ്രിഗേറിയസ്നെ ഉയർത്തി കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഒരു പ്രവണതയാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ നമ്മുടെ ആ പ്രവണതനെ മറ്റുള്ളവരിലേക്ക് അടിച്ചെത്തിക്കണമെങ്കിൽ നമ്മൾ അവിടെ സംസാരിക്കണം അല്ലെ. ലാംഗ്വേജിലൂടെ മാത്രമേ നമ്മളിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ അവർക്ക് അറിയിക്കാനായിട്ട് സാധിക്കൂ. അവിടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ആശയവിനിമയം കൂടി എന്താണ് അവിടെ ടെൻഡൻസി ആയിട്ട് നമ്മളിൽ രൂപപ്പെട്ടു വരുന്നതാണ്. that helps to bind people through share experience. അപ്പൊ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പകരം വെക്കുന്നത്. എന്ത് തരം സിറ്റുവേഷൻ വന്നാലും നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ആശയവിനിമയം നടത്തും അല്ലെ. കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും? പ്രവണതയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെ എന്താണ് അങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് ആരംഭിക്കും. ഇത് ഷെയർ ഡിസ്ക്ലോഷർ ത്രൂ എക്സ്പ്ലോറേഷൻ ബൈൻഡ്സ് people spiritually and emotionally, thus leads to the formation of language. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി വഴി നമ്മുടെ ലാംഗ്വേജ് ഫോർമേഷൻസിലേക്കാണ് കൂടുതലായിട്ട് നയിക്കുന്നതെന്നാണ് പറയുന്നത്. അത് ഗ്രിഗേറിയസ് എന്ന ഒരു പ്രവണത കമ്മ്യൂണിക്കേഷനിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ആശയവിനിമയം നടത്താനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് നമ്മളെ മാറ്റും. അതോടൊപ്പം തന്നെ എന്താണ് ഫോർമേഷൻ ഓഫ് ലാംഗ്വേജ്. ഫോർമേഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയുടെ രൂപീകരണം അവിടെ സംഭവിക്കുന്നു. ഓക്കെ, അപ്പോ ഗ്രിഗേറിയസും കമ്മ്യൂണിക്കേഷനും എന്താണ്? അതും നമ്മുടെ ഒരു കപ്പാസിറ്റിയാണ്, ടെൻഡൻസിയാണ്. മനുഷ്യന്റെ ഒരു മറ്റൊരു ടെൻഡൻസി കൂടിയാണ് എന്താ ഗ്രിഗേറിയസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, abstraction and curiosity. Abstraction. എന്താണ് abstraction? abstraction നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടോ? ആകർഷിക്കാന്നാണോ? ആകർഷിക്കാനാണോ? അപൂർത്തീകരണം. എന്ത് പ്രവണതയാണ് അമൂർത്തീകരണം എന്ന് പറയുന്നത്? ഇതാണ് അബ്സ്ട്രാക്ഷൻ. അതായത് പ്രകൃതിയിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും പരിസ്ഥിതിയിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് അനുഭവിച്ചറിയാനും മനസ്സിലാക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അല്ലെ. നമുക്ക് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് നടക്കുന്ന എന്ത് കാര്യങ്ങളും എന്താണ് നമുക്ക് അനുഭവിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ അതായത് അമൂർത്തീകരണമായിട്ടുള്ള പ്രവണത മീൻസ് എന്താ പറയുക, എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് ആദ്യകാല മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതങ്ങനെ പറയണ്ട അല്ലെ. ആദ്യകാല മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക്
ഈ ഇത്തരത്തിലൊരു എന്താ പറയാ അവർക്ക് ആ ഒരു സമയത്തില്ലേ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആദ്യകാല മനുഷ്യന്റെ എങ്ങനെയായിരുന്നു ആദ്യകാല മനുഷ്യൻ ആത്മ മനുഷ്യൻ ആദിമ മനുഷ്യനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഉണ്ട് മിസ്. ആ എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവർക്ക് ശരിയായ അവർക്ക് ടെക്നോളജീസ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഇല്ല. പറയേ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവര് കാട്ടിലുള്ള കായ്ക്കനികളൊക്കെ കഴിച്ച് വീടൊന്നുമില്ലാതെ പ്രത്യേകിച്ച് അവർക്ക് വീടൊന്നും പ്രകൃതി ഷാരിബ ക്ലാസ്സിൽ കയറാനുണ്ടായിരുന്നില്ലേ? ഇല്ല മിസ്സേ, ഞാൻ കൊറേ ആയിട്ട് അസുഖത്തിലൊക്കെ ആയിരുന്നു. മാറിയോ? മാറി. ഞാന് റെക്കോർഡ് ക്ലാസ് കാണലുണ്ടായിരുന്നു. PDF കാണാൻ പറ്റുന്നപ്പോ കാണാം. ശബ്ദമുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ തീരും, ചാപ്റ്റർ തീരുവേ. ഈ കാൽക്കുലേഷൻ അബ്സ്ട്രാക്ഷനും ഈ ഒരു ടേബിളും കൂടി ഉള്ളു കേട്ടോ. പിന്നെ കഴിഞ്ഞു കയറിയിട്ടില്ലേ? ഇവ കയറിയിട്ടുള്ള ക്ലാസ്സില് ലീവാണെന്ന് തോന്നുന്നു. ഓക്കെ. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒരു കുത്ത് പയ്യാത്തതാണ്. നാളെ പറ്റിയാല് കേറാം. നാളെ കൂടി പറയുമായിരുന്നു. പറ്റിയാലെ ഇനി കേറാട്ടോ ക്ലാസ്സില്. വരുമെന്നറിയില്ല. ഇനി വരാം. ഓക്കെ. Thank you, Miss. Okay, Thank you, Miss.